നമസ്കാരം. പയ്യന്നൂർ നിയോജക മണ്ഡലത്തിൻ്റെ അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പയ്യന്നൂരിൽ 2016 ഇലക്ഷൻ്റെ അസംബ്ലി ഇലക്ഷൻ്റെ ഏറ്റവുമാണ് LDFിൻ്റെ കോട്ടയാണ്. 83,000 വോട്ട് LDFിന് കിട്ടിയപ്പോൾ UDFിന് 42,000 വോട്ടേ ഉള്ളൂ. ഏകദേശം പകുതി വോട്ടേ ഉള്ളെന്ന് പറയാം. NDAക്ക് 15,000 വോട്ടുണ്ട്. വിൻ മാർജിൻ തന്നെ 40,000 ആണ്. 40,000 വോട്ടിന് LDF വിജയിച്ചൊരു മണ്ഡലമാണ് പയ്യന്നൂർ. അത് വീണ്ടും 21,000 ആയപ്പം അതിൻ്റെ വിൻ മാർജിൻ 50,000 ആയി. അതായത് LDF വീണ്ടും ഒരു 10,000 വോട്ട് കൂട്ടി 93,000 ആയി. UDF 43,000, NDA അതേപോലെ തന്നെ 10,000 വോട്ടേ ഉള്ളൂ. 11,000 വോട്ട്. 2024 ലോക്സഭയിലും LDF തന്നെയാണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വളരെയധികം ഒരു മുന്നേറ്റം UDF നടത്തിയിട്ടുണ്ട്. കാരണം തീരെ 43,000 42,000 കിടന്നിടത്തുനിന്ന് 58,000 വോട്ട് UDF നേടി. അതേപോലെ LDFിൻ്റെ വോട്ട് കുറഞ്ഞു. 93,000 എന്നൊക്കെ കടന്നതിൽ 70,000 വോട്ട് കുറഞ്ഞു. 20,000 വോട്ട് കുറഞ്ഞ് 71,000 ആയിരിക്കുകയാണ്. അതേപോലെ NDA 10,000 വോട്ടിൽ നിന്ന് ഒരു 8,000 വോട്ടോളം കൂട്ടുകയും ചെയ്തു. 20,000 വോട്ടിനടുത്തെത്തിയിട്ടുണ്ട്. 18,500 വോട്ടായിട്ടുണ്ട്. ഇപ്പോൾ മുന്നണി തിരിച്ചുള്ള വോട്ടിൻ്റെ നോക്കാം. LDF 2016 83,000 നേടിയത് 2021 10,000 വോട്ടോളം കൂട്ടി 93,000 ആയി. പക്ഷേ 2024 ലോക്സഭ ഇലക്ഷനിലെ ഈ അസംബ്ലി തിരിച്ചുള്ള ഇതിൽ വരുമ്പോൾ ഒരു 22,000 വോട്ടോളം കുറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ LDFിന് പയ്യന്നൂർ. UDF വീണ്ടും ആ മലബാർ മേഖലയിലുള്ള വോട്ട് കൂട്ടുന്നവർ കൺസിസ്റ്റൻ്റായിട്ട് 42,000 വോട്ട് 2016 2023 43,000 ഒരു അവരുടെ വോട്ട് ഷെയർ അതേപോലെ തന്നെ ഒരു പാർട്ടി വോട്ട് നിലനിർത്താൻ പറ്റിയെങ്കിലും അത് പക്ഷേ ലോക്സഭ എത്തിയപ്പോൾ അവർക്ക് നല്ലൊരു അഡ്വാൻറ്റേജ് കിട്ടി. ഇപ്പോൾ 58,000 എന്നുള്ള ഒരു 15,000 വോട്ട് കൂടെ അഡീഷണൽ കൂട്ടാൻ UDFിന് പറ്റി. NDA 15,000 വോട്ട് ഉണ്ടായത് 2016 നിന്ന് 2024 ഇപ്പോൾ കുറഞ്ഞു 11,000 ആയി. പക്ഷേ ലോക്സഭയിൽ കുറച്ചുകൂടെ മെച്ചപ്പെട്ടൊരു പ്രധാനമായിട്ട് 18,000 വോട്ട് കിട്ടാൻ NDAക്ക് പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ 3 ഇലക്ഷൻ്റെ കൊണ്ട് ഡേറ്റ നോക്കുകയാണെങ്കിൽ 3 ആക്ച്വലി LDF ആണ് ഒരു അപ്പർ ഹാൻഡുള്ള. LDF ഫസ്റ്റാണ് 3 ഇലക്ഷനിലും, UDF 3 ഇലക്ഷനിലും സെക്കൻഡാണ്, NDA 3 ഇലക്ഷനിലും തേർഡാണ്. അപ്പോൾ ഒരു നല്ലൊരു ഇപ്പോൾ നോക്കുകയാണെങ്കിൽ LDFിന് ഒരു അപ്പർ ഹാൻഡുള്ള മണ്ഡലമാണ് പയ്യന്നൂർ. എല്ലാ ഇലക്ഷനിലും ഫ്രണ്ട് മുന്നിൽ തന്നെയാണ്. ഇനി എന്തായിരിക്കും ഇത് ഈ ട്രെൻഡുകൾ തന്നെ പ്രതിഫലിക്കുമോ, ഇതുള്ള 2024 ഇലക്ഷൻ എങ്ങനെ ഇരിക്കുമോ എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും കമൻറ്റ് ചെയ്യുക. ആരായിരിക്കും ജയിക്കാനുള്ള സാധ്യത. അപ്പോൾ അതേപോലെ ഏതെങ്കിലും ഒരു മണ്ഡലം പെട്ടെന്ന് അനലൈസ് ചെയ്ത് വീഡിയോ കിട്ടണമെങ്കിൽ കമൻറ്റ് ഇടുക. ഞങ്ങളത് പെട്ടെന്ന് തന്നെ ചെയ്യുന്നതായിരിക്കും. ഇതേപോലെ വേറൊരു മണ്ഡലത്തിൻ്റെ വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.